ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 90 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 90 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചപ്പോൾ 423 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 91 മുതൽ 95 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യയൗവന മദശാലിനി മദഘൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭോः ചന്ദനദ്രവദിക്താംഗി ചന്ദനദ്രവദിക്താംഗി ചാമ്പേയകുസുമപ്രിയ കുശലാ കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുലകുണ്ടാളയ കൗളമാർഗതൽപരസേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമധൃദ്രതിഃ ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. ഇവിടെ ആദ്യത്തെ ശ്ലോകം തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യയൗവന മദശാലിനി. 8 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. തത്വാസന, തത്വമയി എന്നുള്ളതിൽ 3 നാമങ്ങളുണ്ട്. തത്, ത്വം, ഐ 3 നാമങ്ങൾ. പിന്നെ പഞ്ചകോശാന്തരസ്ഥിത, നിസീമ മഹിമ, നിത്യയൗവന, മദശാലിനി. ഇങ്ങനെ 8 നാമങ്ങൾ. ആദ്യത്തെ നാമം നോക്കാം. തത്വാസന. തത്, തത് എന്ന് പറഞ്ഞാൽ അത് അല്ലേ? അപ്പം തത്, ത്വം, ആസന. അപ്പം തത്വാസന എന്ന് പറഞ്ഞാൽ ഇവിടെ തത്വങ്ങളെ, ഇവിടെ ആ തത് ത്വമല്ല, ഇവിടെ തത്വങ്ങൾ നമ്മൾ പ്രപഞ്ച സൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിനെയാണ് തത്വങ്ങളെന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്? ആ തത്വങ്ങളാണ്. അപ്പം വിവിധ തരത്തിലുള്ള ദാർശനിക സമ്പ്രദായങ്ങളിൽ വിവിധ സംഖ്യകളായിട്ട് ഇതൊക്കെ പറയുന്നു. അപ്പം ഏറ്റവും സാഖ്യന്മാരുടെ തത്വങ്ങൾ അത് 24 തത്വം എന്ന് പറയുന്നു, പ്രകൃതി തത്വങ്ങൾ. അപ്പോൾ ആ തത്വങ്ങളെയെല്ലാം, അപ്പോൾ 24 തത്വങ്ങൾ, അതിൽ അതും പിന്നെ ഒരു തത്വം ബ്രഹ്മം എന്നുള്ള തത്വം, ജീവൻ, ജീവതത്വം. അപ്പോൾ അതും കൂടി 25 തത്വങ്ങൾ അല്ല, 25ഉം 1 ജീവതത്വം, 26 തത്വങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം പ്രപഞ്ച സൃഷ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് ആകുന്ന തത്വങ്ങളെ ആസനമാക്കിയിരിക്കുന്നവൾ ദേവി. അപ്പം ഈ തത്വങ്ങളെല്ലാം ദേവി തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 26 എങ്ങനെയാണ് വന്നതെന്ന്. അതായത് പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ 10 പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5
ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ 10 10 20, പിന്നെ 4 അന്ധക്കരണങ്ങൾ. 4 അന്ധക്കരണങ്ങൾ. അപ്പോൾ 24ആയി. 1 ജീവതത്വം, അപ്പോൾ 25. 25ാമത്തേത് ജീവതത്വം. 24 ജഡങ്ങളായ തത്വങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എല്ലാം കൂടുന്നതാണ് 4 അന്ധക്കരണങ്ങളും. പിന്നെ ജീവതത്വവും എല്ലാം, ആ പുരുഷതത്വം അതും കൂടെ കൂടുമ്പോൾ 25 തത്വങ്ങൾ. ഇനി ഇതിനെ ശാക്തേയ ശൈശവ സമ്പ്രദായങ്ങളിൽ 36 തത്വം എന്ന് പറയുന്നുണ്ട്. ആ 36 തത്വത്തിൽ എന്തൊക്കെയുണ്ട്? മായാതത്വങ്ങൾ 7 മായാതത്വങ്ങൾ, 5 ശിവതത്വങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടി 36 എന്നും പറയുന്നു. അപ്പം നമ്മളിവിടെ തത്വ-ആസന എന്ന് പറയും. ആസനം ഇരിപ്പിടം. തത്വങ്ങളെ ആസനമാക്കിയവൾ എന്നർത്ഥം. അതായത് തത്വങ്ങൾ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ആ പ്രപഞ്ച സൃഷ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസായ തത്വങ്ങളെ ആസനമാക്കിയവൾ, അതിൽ സ്ഥിതി ചെയ്യുന്ന അതെല്ലാം ദേവി തന്നെയാണെന്ന് അർത്ഥം. തത്വാസന. അടുത്ത നാമം തത്വമയി എന്നാണ്. അതിൽ 3 നാമങ്ങളുണ്ട്. തത്, ത്വം, ഐ എന്ന 3 നാമങ്ങൾ. നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുതി വച്ചിരിക്കും തത്വമസി, തത് ത്വം അസി, അത് നീ ആകുന്നു എന്ന്. ഇത് തന്നെയാണ് ഇവിടെ. തത് ആദ്യത്തെ നാമം തത് എന്ന് പറഞ്ഞാൽ അത്, ദാറ്റ് എന്നർത്ഥം. അപ്പം പ്രപഞ്ചത്തിൽ ഉള്ള സർവ വസ്തുവിൽ നിറഞ്ഞിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ അത്, ദാറ്റ് എന്നർത്ഥം. അപ്പം തത്വമസി എന്ന മഹാവാക്യത്തിൽ തതെന്ന പദം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മം അത് ദേവി തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പരമകാരണമായ ബ്രഹ്മം, അതാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തത് എന്ന പദം കൊണ്ട്. ഇനി തത് പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മമാകുന്നു. ഇനി നിർവിശേഷമായ നിർവികാരമായ ആ ബ്രഹ്മം ദേവിയാകുന്നു എന്ന് പറയും. അതുകൊണ്ട് ദേവിക്ക് തത് എന്ന് പേര്. അടുത്ത നാമം ത്വം. ത്വം എന്ന് പറഞ്ഞാൽ നീ, യു, ദാറ്റ്, യു എന്നാണ് ഈ ദാറ്റ് എന്നുള്ള തതെന്നുള്ളതിൻ്റെ, ത്വം എന്നുള്ളത് നീ, യു. എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിലും ചൈതന്യമായിട്ടിരിക്കുന്ന ആ ജീവതത്വത്തെയാണ് ഇവിടെ ത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവതത്വം, ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ജീവൻ ചൈതന്യം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് ത്വം എന്ന് പേര്. ഇനി അടുത്ത നാമം ഐ. ഐ എന്ന് പറഞ്ഞാൽ ഐ എന്നൊരു സംബോധനയാണ്. ഐ, ഹരേ, ഹേ, അല്ലയോ, ഓഹോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സംബോധന. അതാണ് ഐ. അപ്പോൾ ഐ മഹിഷാസുരമർദിനി സ്തോത്രം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐ ഗിരി നന്ദിനി നന്ദിതമേദിനി, അല്ലേ? ഐ എന്നാണ് തുടങ്ങുന്നത്, അല്ലയോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഐ എന്ന് സംബോധനയാണ് ദേവിയുടെ. അതായത് തത്വമസി എന്ന ലോകമാതാവിൻ്റെ പേര്. അസി എന്നാൽ ഐ എന്ന, ആ ഐയും അസിയും എല്ലാം ഒന്ന് തന്നെ. അപ്പം അത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് ഐ എന്ന പേര്. അടുത്ത നാമം പഞ്ചകോശാന്തരസ്ഥിത. പഞ്ചകോശം, 5 കോശങ്ങളുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ. വേദാന്തങ്ങളിൽ, ഉപനിഷത്തുകളിൽ ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും സ്വരൂപമായി ഓരോ ഉപാധികൾ, അതായത് ആ ചൈതന്യം, ബ്രഹ്മസ്വരൂപം, ആ സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. കോശം എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ മറയ്ക്കപ്പെട്ടിരിക്കുന്ന
ആ മറയെയാണ് കോശമെന്ന് പറയുന്നത്. രാജാക്കന്മാർ അരയിലൊരു വാളിട്ടിരിക്കും, ആ വാളിടുന്ന ഉറയെ പറയുന്ന കോശം എന്നാണ്. അതും കോശം തന്നെയാണ്. അപ്പം ഉറ എന്നും അർത്ഥം. പിന്നെ വാളിൻ്റെ ഉറയും കോശമാണ്. കൂടാതെ കോശം എന്ന് പറഞ്ഞാൽ സംഭരിച്ചു വയ്ക്കുന്നത്, ആവരണം ചെയ്തിരിക്കുന്നത്, മറയ്ക്കപ്പെടുന്നത് ഒക്കെ. ധനം സൂക്ഷിച്ചിരിക്കുന്ന ബാങ്കിനെ കോശം എന്ന് പറയാം, ധനകോശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ 5 കോശങ്ങളുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ പഞ്ചകോശ അന്തരസ്ഥിത, അന്തരം എന്ന് പറഞ്ഞാൽ അകത്ത് സ്ഥിതി ചെയ്യുന്നവൾ. ഇനി താന്ത്രിക പൂജാ സമ്പ്രദായങ്ങളിലൊക്കെ ശ്രീവിദ്യ, പരഞ്ജ്യോതിസ്, നിഷ്കള, ശാംഭവി, അജപ മന്ത്രം എന്നിങ്ങനെ കുറേ 5 തലങ്ങളുണ്ട്. അത് 5ഉം കോശങ്ങളാണ്. അപ്പോൾ ശ്രീചക്ര പൂജ ചെയ്യുമ്പോൾ ദേവിക്ക് ചുറ്റും 5 ആവരണങ്ങളാണ് ആ കോശങ്ങൾ. അപ്പോൾ ആ ആവരണങ്ങളെ പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ദേവി ഇരിക്കുന്നത് 5 മതിലുകൾക്കുള്ളിലാണ്, 5 കോശങ്ങളിൽ. അപ്പോൾ 5 ഗോപുരങ്ങളാണത്. അതുകൊണ്ടും ദേവിക്ക് പഞ്ചകോശാന്തരസ്ഥിത. ഇനി സ്വരൂപത്തെ മറയ്ക്കുന്ന മറയെ 5 കോശങ്ങളെ കൊണ്ട് മറയ്ക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിലൊക്കെ 5 കോശങ്ങളില്ലേ? നമ്മളുടെ ശരീരത്തിനുള്ളിൽ അന്നമയ കോശം അല്ലേ, ആഹാരം ഇടുന്ന ആ കോശം, പ്രാണമയ കോശം, പ്രാണൻ, വായു, പിന്നെ മനോമയ കോശം, മനസ്സിൽ മനോമയ കോശം, വിജ്ഞാനമയ കോശം, ബുദ്ധി നമ്മുടെ ഇതിൽ വിജ്ഞാനമയ കോശം, പിന്നെ ഏറ്റവും അവസാനം ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങളില്ലേ, ആ കോശങ്ങൾ അതെല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് പഞ്ചകോശാന്തരസ്ഥിത, 5 കോശങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ഏതാണ്ടൊക്കെ മനസ്സിലായി, അത് അത്രയും മതി. അടുത്ത നാമം നിസ്സീമ മഹിമ. നിസ്സീമ മഹിമ, സീമ എന്ന് പറഞ്ഞാൽ അതിര്, നിസ്സീമ എന്ന് പറഞ്ഞാൽ അതിരില്ലാത്തത്. അപ്പം അതിരില്ലാത്തതെന്ന് പറയുമ്പോഴോ അനന്തമായത്, ഒത്തിരിയുള്ള. അപ്പം അനന്തമായ മഹിമയോട് കൂടിയവൾ, സീമയില്ലാത്ത ഇതെന്നർത്ഥം, പരിധിയില്ലാത്തത്. പരിധിയില്ലാത്ത മഹിമയോട് കൂടിയവൾ നിസ്സീമ മഹിമ. അടുത്ത നാമം നിത്യയൗവന. നിത്യയൗവന, ഇന്ന് യൗവനയുക്തയായിരിക്കുന്നവൾ. എല്ലാ കാലത്തും ദേവിക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ, യൗവനയുക്തയാണ് ദേവി, കാലാതീതയാണ് ദേവി. അതായത് പരിണാമത്തിന് ദേവിയിൽ യാതൊരു ഇതുമില്ല, പരിണാമം ഉണ്ടാവില്ല. കാരണം ദേവി ജനിച്ചവർക്കാണ് പരിണാമങ്ങളും നാശമൊക്കെ ഉണ്ടാകുന്നത്. ദേവി അജയാണ്. അതുപോലെ തന്നെ കാലം ദേവിയുടെ വിഭൂതിയാണ്. അപ്പം ഈ കാലത്തിൽ ഉണ്ടായതിന് മാത്രമേ പരിണാമമുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് ജനിക്കുന്നു, അതിനെ അസ്ഥി എന്ന് പറയും. അത് കഴിഞ്ഞ് വർദ്ധിക്കുന്നു, അത് വലുതായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ആദ്യം ബാലനായിട്ട്, അത് കഴിഞ്ഞ് കൗമാരപ്രായം, പിന്നെ അത് കഴിഞ്ഞ് യൗവനം, പിന്നെ വാർദ്ധക്യം, ഇങ്ങനെയൊക്കെ ഇതുണ്ട്. പക്ഷേ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ല. അപ്പം അസ്ഥി ജനിക്കുന്നു, വർദ്ധിക്കുന്നു, പിന്നെ വിപരണമത എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു, വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപക്ഷീയത, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കുറഞ്ഞു വരും. വിനശ്യതി, ലാസ്റ്റിൽ നശിക്കും. അതാണ് ശരീരത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഇതൊന്നും ദേവിയെ ബാധിക്കുന്നു. ദേവി എന്നും നിത്യയൗവനയാണ്, എന്നും നല്ല സുന്ദരിയായ യുവതിയായിരിക്കുന്നു ദേവി. അതുകൊണ്ട് ദേവിക്ക് നിത്യയൗവന എന്ന് പേര്. അടുത്ത നാമം മദശാലിനി. മദശാലിനി, മദം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥം. ശാലിനി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത്. അപ്പം ആനന്ദത്തിൻ്റെ മതം കൊണ്ട് ശോഭിക്കുന്നവൾ. ഈ മതം എന്ന് പറഞ്ഞാൽ മോദം, പ്രമോദം എന്നൊക്കെ. അതായത് ആ മോദം എന്ന വാക്കിൻ്റെ മതം എന്നുള്ളതിന് ഒരു ചേർത്താൽ പ്രമോദമായി,
പിന്നെ മത എന്നുള്ളതിനെ മോ ചേർത്ത മോദമായി അല്ലേ, ഓക ചേർത്ത്. അപ്പം മോദം, പ്രമോദം, മതം എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അതൊക്കെ ആനന്ദമാണ്. ആ ആനന്ദത്തിൻ്റെ മതം കൊണ്ട് ശോഭിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് മതശാലിനി. അപ്പോൾ ഈ ശ്ലോകത്തിൽ 8 നാമങ്ങൾ. തത്വാസന, തത്വങ്ങളെ ആസനമാക്കിയവൾ. തത് എന്ന് പറഞ്ഞാൽ അത്. ത്വം എന്ന് പറഞ്ഞാൽ നീ. എല്ലാ ജീവജാലങ്ങളിലും ഉള്ളിൽ ചൈതന്യമായിരിക്കുന്ന പരബ്രഹ്മം, അതാണ് നീ. അടുത്തത് ഐ, ഒരു സംബോധനയാണ്, അല്ലയോ എന്നർത്ഥം. പഞ്ചകോശാന്തരസ്ഥിത, 5 കോശങ്ങളുടെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ. നിസീമ മഹിമ, സീമയില്ലാത്ത മഹിമയോട് കൂടിയവൾ, അതായത് അനന്തമായ മഹിമയോട് കൂടിയവൾ. നിത്യയൗവന, നിത്യവും എല്ലാ കാലത്തും യൗവനയുക്തയായവൾ. അടുത്ത മതശാലിനി, മതം, ആനന്ദത്തിൻ്റെ മതം കൊണ്ട് ശോഭിക്കുന്നവൾ. അപ്പം ഈ ശ്ലോകം തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യയൗവന മതശാലിനി. അടുത്ത ശ്ലോകം മദഘൂർണിത രക്താക്ഷി, മദഘൂർണിത രക്താക്ഷി മദപാടലഗണ്ഡഭോः ചന്ദനദ്രവ ദിക്താംഗി ചാമ്പേയ കുസുമപ്രിയ. 8 അക്ഷരം വരുന്ന 4 നാമങ്ങളേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ. മദഘൂർണിത രക്താക്ഷി, ഘൂർണം ചെയ്യുന്ന പറഞ്ഞാൽ കറങ്ങുക എന്നർത്ഥം. അപ്പം മതം കൊണ്ട് കറങ്ങുന്ന. രക്ത അക്ഷി, അക്ഷം കണ്ണാണ്, അക്ഷി ഇവിടെ സ്ത്രീലിംഗ ആയതുകൊണ്ട്. രക്തം എന്ന് പറഞ്ഞാൽ ചുവന്നത്. അപ്പം മതം കൊണ്ട് കറങ്ങുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ. അതായത് ഇവിടെ വിഷയാന്തര സമ്പർക്കം കൂടാതെയുള്ള ആനന്ദം അനുഭവിക്കുന്നു. ആ ആനന്ദത്തെയാണ് മതം എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയാണ്, മനസ്സിൻ്റെ ഒരു വൃത്തിയാണ്. അപ്പം ആ മതം കൊണ്ട് കറങ്ങുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ ദേവി. മധുവിദ്യ, ജ്ഞാനാനന്ദം അനുഭവിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ആനന്ദം അനുഭവിക്കുന്നു. ലോകത്തിൽ ദേവി കണ്ണടച്ചാൽ ഇരുട്ടും കണ്ണ് തുറന്നാൽ ഇതുമാണ്. അപ്പം ഈ ബ്രഹ്മ ആനന്ദം എന്ന് പറയുന്നത് ദേവി തന്നെ. അപ്പം മദഘൂർണിത രക്താക്ഷി, മതം കൊണ്ട് കറങ്ങുന്ന ചുവന്ന കണ്ണുകളോടുകൂടിയവൾ. നമ്മുടെ മർദ്ദനത്തിൽ ദേവി മഹാത്മ്യത്തിൽ പറയും, ദേവിക്ക് കോപം വരുന്നില്ല, കുറവാണ്. അതിനു വേണ്ടി ദേവി എന്ത് ചെയ്തു, മധു കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ മഹിഷാസുരൻ ഗർജിക്കും, ശബ്ദമുണ്ട്, വലിയ ഒച്ചയിൽ അട്ടഹസിക്കും. അപ്പം ദേവി പറയും, നീ ഇപ്പം അട്ടഹസിച്ചോ, കുറച്ച് കഴിയുമ്പോൾ ദേവന്മാർ അട്ടഹസിച്ചോളൂ എന്ന്. അതായത് പിന്നെ അവനെ കൊന്നു കഴിയുമ്പോൾ പിന്നെ അവർ ദേവന്മാർ സന്തോഷിക്കും. ഇപ്പം അവൻ ഗർജിച്ചു, അപ്പം ഈ മധു ഒന്ന് ഞാൻ കുടിച്ച് കഴിഞ്ഞോട്ടെ എന്ന്. അപ്പോൾ ദേവി മദഘൂർണിത രക്താക്ഷി. അടുത്ത നാമം മദപാടല ഗണ്ഡഭൂഹു. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങൾ. ദേവിയുടെ കവിള് മദപാടലമാണ്, പാടലവർണ്ണം. മതം കൊണ്ട്, അതായത് ആനന്ദം കൊണ്ട് പാടലവർണ്ണമായിരിക്കുന്നു. പാടലവർണ്ണം എന്ന് പറയുന്നത് റെഡിൻ്റെ കൂടെ വെളുപ്പ് കലർന്നാലുണ്ടാകുന്ന ഒരു കളർ, ഒരു ലൈറ്റ് പിങ്ക് വരില്ലേ, റെഡും വൈറ്റും കൂടെ കൂടുമ്പോൾ വരുന്ന ഒരു കളറിനെയാണ് പാടലവർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയുടെ കവിൾത്തടങ്ങൾ ആനന്ദം കൊണ്ട് ചുവപ്പും വെളുപ്പും കലർന്ന, അതായത് പാടലവർണ്ണം ഉള്ളവൾ, അല്ലെങ്കിൽ ആനന്ദം കൊണ്ട് പാടലവർണ്ണമായ കവിൾത്തടങ്ങളോട് കൂടിയവൾ എന്ന് പറയാം. അപ്പോൾ അത് ശരിയാണ്. പിന്നെ ദേവി മഹേശ്വരനെ കാണുമ്പം കവിളൊക്കെ ചുവന്നു കൊടുക്കും സന്തോഷം കൊണ്ട്. അപ്പോഴും ദേവിയുടെ ഗണ്ഡസ്ഥലം, കവിൾത്തടങ്ങൾ ചുവന്ന് നല്ല പാടലവർണ്ണമായിരിക്കും. അതുകൊണ്ട് ദേവിക്ക് മദപാടല ഗണ്ഡഭൂഹു. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. പക്ഷേ കവിൾത്തടങ്ങൾ, കവിളിൻ്റെ ഭാഗം
കാണിക്കാൻ വേണ്ടി ഗണ്ഡഭൂഹു ഊ എന്നുണ്ട്. ഗണ്ഡഭൂഹു രണ്ടെണ്ണം ഉണ്ടല്ലോ, 2 കവിൾത്തടങ്ങൾ, വെളുപ്പും ചുവപ്പും കലർന്ന 2 കവിൾത്തടങ്ങളോട് കൂടിയവൾ. അടുത്ത നാമം ചന്ദനദ്രവ ദിക്താംഗി. ചന്ദനദ്രവം, ചന്ദനം എന്ന് പറഞ്ഞാൽ ചന്ദനം തന്നെ, ദ്രവം എന്ന് പറഞ്ഞാൽ ചാറ്, അതിൻ്റെ നീര്. അപ്പോൾ ചന്ദന ചാറ് കൊണ്ട്, ചന്ദനത്തിൻ്റെ നീര് കൊണ്ട് ദിക്താംഗി, ദിക്തം ചെയ്യുക, പൂശുക, ലേപനം ചെയ്യുക. അപ്പോൾ ചന്ദനച്ചാറ് പൂശിയ അംഗങ്ങളോട് അങ്കി എന്നാണ് പറഞ്ഞ, അപ്പോൾ അംഗങ്ങളോട് കൂടിയവൾ. ചന്ദനച്ചാറ് പൂശിയ അംഗങ്ങളോട് കൂടിയവൾ. ദേവി ശരീരം മുഴുവൻ ചന്ദനത്തിൻ്റെ രസം, ചന്ദനത്തിൻ്റെ നീര് പൂശിയിരിക്കുന്നു. ചന്ദനച്ചാറ് ദിക്തമായ അംഗങ്ങളോട് കൂടിയവൾ ചന്ദനദ്രവ ദിക്താംഗി. ഇനി അടുത്ത നാമം ചാമ്പേയ കുസുമപ്രിയ. ചാമ്പേയ കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പകപ്പൂവ്. ആ ചെമ്പകപ്പൂവ് പ്രിയമായിട്ടുള്ളവൾ. ദേവിക്ക് ഇഷ്ടമുള്ള പൂവാണ് ചെമ്പകപ്പൂവ്, അത് പ്രിയമായിട്ടുള്ളവൾ ചാമ്പേയ കുസുമപ്രിയ. ഇനി ഈ ശ്ലോകത്തിൽ മതകൂർണിത രക്താക്ഷി, അതായത് മതം കൊണ്ട് അല്ലെങ്കിൽ ആനന്ദം കൊണ്ട് കറങ്ങുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ. മതപാടല ഗണ്ഡഭോഗു, ആനന്ദം കൊണ്ട് കവിൾത്തടങ്ങൾ ചുവന്ന് പാടലവർണ്ണമായിരിക്കുന്നവൾ. ചന്ദനദ്രവ ദിക്താംഗി, ചന്ദനച്ചാറ് പൂശിയ അംഗങ്ങളോട് കൂടിയവൾ. ചാമ്പയെ കുസുമപ്രിയ, ചെമ്പകപ്പൂവ് പ്രിയമായിട്ടുള്ളവൾ. അപ്പം 4 നാമങ്ങളായിരുന്നു. മതകൂർണിത രക്താക്ഷി, മതപാടല ഗണ്ഡഭോഹു, ചന്ദനദ്രവ ദിക്താംഗി, ചാമ്പേയ കുസുമപ്രിയാം. അടുത്ത ശ്ലോകം കുശല. കോമളാകാര കുരുകുല്ല കുലേശ്വരി കുലകുണ്ടാളയ കൗളമാർഗതൽപരസേവിത. കുശല ആദ്യത്തെ നാമം. ഇതിൽ 6 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. കുശല, കോമളാകാര, കുരുകുല്ല, കുലേശ്വരി, കുലകുണ്ടാളയ, കവളമാർഗതൽപര സേവിത. 6 നാമങ്ങൾ. അതിലാദ്യത്തെ നാമം കുശല. കുശല എന്ന് പറഞ്ഞാൽ കുശം ലാതീതി കുശലം. ഇവിടെ ലാതി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, കുശം എന്ന് പറഞ്ഞാൽ ദർഭ. വാക്കിൻ്റെ അർത്ഥം കൗശലം, അതായത് സാമർഥ്യം എന്നർത്ഥം. അപ്പം കുശലഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, കുശല ആകാരം ചേർത്താൽ സ്ത്രീലിംഗം. അപ്പോൾ ഇവിടെ കുശല, അതായത് കുശം എന്ന് പറഞ്ഞാൽ ദർഭ. ഈ ദർഭപ്പുല്ല് പണ്ട് നമ്മുടെ ഗുരുകുലത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗുരുവിന് പൂജ ചെയ്യാൻ വേണ്ടി ദർഭപ്പുല്ല് കൊണ്ടുവരാൻ പറയും. കുട്ടികളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കൈ മുറിയാതെ പറിച്ചു കൊണ്ടുവരുന്നവർ നല്ല സാമർഥ്യമുള്ളവരാണ്. അതിൻ്റെ 2 അറ്റവും, ആ പുല്ലിൻ്റെ 2 അറ്റവും വാള് പോലെ മൂർച്ചയുള്ള പുല്ലാണത്. അത് തൊട്ടാൽ കൈ മുറിയും, അത് മുറിയാതെ പറിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കൗശലം എന്നൊക്കെ പേര് വന്നത്. അപ്പോൾ ഇവിടെ കൈ മുറിയാതെ ധാരാളം ദർഭപ്പുല്ല് കൊണ്ടുവരുന്നവൻ കുശലൻ എന്നൊരു പേര്. അത് പുല്ലിംഗം. ഇനി രാഗദ്വേഷങ്ങളില്ലാതെ കർമ്മം ചെയ്യാൻ സാമർഥ്യമുള്ളവൻ, അവനെയും കുശലൻ എന്ന് പറയാം. ഈശ്വരന് വേണ്ടി കർമ്മം ചെയ്യുന്നവനെ കുശലൻ എന്ന് പറയുന്നു. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം മുതലായവ സാധിക്കുന്നതിൽ കുശലയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് കുശല എന്ന് പേര്. അപ്പോൾ കുശല എന്നുള്ള ഇത് കിട്ടി. അടുത്ത നാമം കോമളാകാര, കോമളമായ ആകാരത്തോടു കൂടിയവൾ. കോമളം എന്ന് പറഞ്ഞാലോ നല്ല മനോഹരമായത്, കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പം മനോഹരമായ ആകൃതിയോട് കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് കോമളാകാര എന്ന് പേര്.
അടുത്ത നാമം കുരുകുല്ല. കുരുകുല്ല കുരുകുല്ല എന്ന് പറഞ്ഞാൽ ഒരു ദേവിയുടെ പേരാ കുരുകുല്ലാദേവി. ആ ദേവി ശ്രീപുരത്തിൽ വിമർശം എന്ന തടാകത്തിൽ തോണിയിലിരിക്കുന്ന ഭാവത്തിലാണ് ആ ദേവി ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദേവിയുണ്ട്. ആ ദേവിയെയും കുരുകുല്ല എന്ന് പറയാം. ഇവിടെ കുരുകുല്ലാദേവി ഈ കുങ്കുമച്ചാറ് പൂശിയിട്ട് വലിയ സ്ഥലങ്ങളോടുകൂടി ഒക്കെ ഉള്ള ഒരു ദേവിയാണ് ആ കുരുകുല്ലാദേവി. അങ്ങനെ ഒരു ദേവിയുണ്ട്. അതുകൊണ്ട് ദേവിക്കും പേര് കുരുകുല്ല. ഇനി അടുത്ത നാമം കുലേശ്വരി. കുലങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. കുലങ്ങളെന്ന് പറഞ്ഞാലോ സമൂഹങ്ങൾ അല്ലേ? ഒരേപോലെയുള്ള ഗുണങ്ങളോടും ഭാവത്തോടും കൂടിയതാണ് കുലം, ഒരു സമൂഹം. അപ്പോൾ അത് ഒരേപോലെ ഇരിക്കണം. അപ്പോൾ കുലങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ. കുലം എന്നാൽ സ്വജാതീയ സമൂഹങ്ങൾ, ഒരേപോലെയുള്ള ഗുണങ്ങളോട് കൂടിയത്. ഇനി അപ്പം നമ്മളുടെ കുണ്ടലിനിയിൽ കുലം ഉണ്ടല്ലോ അല്ലേ? 6 ആധാരങ്ങൾ കുലമായിട്ടിരിപ്പില്ലേ? ഷഡാധാരങ്ങൾ, അതും കുലമാണ്. അപ്പോൾ ആ കുലങ്ങളെയെല്ലാം ഈശിക്കുന്നവൾ കുലേശ്വരി. ഇനി കൂടാതെ കുലേശ്വരൻ ശിവൻ്റെ പേരാണ്. അപ്പോൾ കുലേശ്വരൻ്റെ ഭാര്യ ആയതുകൊണ്ടും കുലേശ്വരി എന്നു പേര് ദേവിക്ക്. കൂടാതെ കുലങ്ങളെ രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിലും കുലേശ്വരി. അടുത്ത നാമം കുലകുണ്ടാലയ. കുലകുണ്ടം ആലയമാക്കിയിരിക്കുന്ന, ആലയം എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. അപ്പം കുലകുണ്ടം വാസസ്ഥാനമാക്കിയിരിക്കുന്നവൾ കുലകുണ്ടാലയ. കുണ്ടലിനിയിൽ മൂലാധാരത്തിൽ താമരക്കിഴങ്ങിൻ്റെ ആകൃതിയിൽ മധ്യത്തിലൊരു ദ്വാരം പോലെയുള്ളതിൽ ഉള്ളിൽ ഒരു 3.5 ചുറ്റ് ഉള്ള ഒരു സർപ്പം പോലെ ശയിക്കുന്നു ഈ കുലകുണ്ടം. അപ്പോൾ അത് ആ ഒരു സർപ്പം പോലെ ഇരിക്കുന്നു. അത് ശാസ്ത്രങ്ങൾ പറയുന്ന അതാണ് കുലകുണ്ടം. ഒരു കൂട്ടം കുലം എന്ന് പറഞ്ഞാൽ സമൂഹം. കുലകുണ്ടം ആലയമാക്കിയിരിക്കുന്നവൾ ദേവി. എല്ലാ കുലത്തിൻ്റെയും ഉടമസ്ഥ ദേവിയാണ് എന്നർത്ഥം. ഇനി അടുത്ത നാമം കൗളമാർഗ തൽപര സേവിത. കൗളമാർഗത്തിൽ തൽപരയായവരാൽ സ്നേഹിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ സേവിക്കപ്പെടുന്നവൾ. ശാക്തേയ സമ്പ്രദായത്തിൽ പല വിധത്തിൽ സേവിക്കുന്നു. അതിൽ 3 ഇതുണ്ട്. ഒന്ന് സമയാചാരം, രണ്ടാമത്തെ മിശ്രമതം, മൂന്നാമത്തെ കൗളമതം. ഇതിലെല്ലാം സേവിക്കുന്ന രീതികൾ അത് വൈദിക രീതികളാണ്. ഇപ്പോൾ വസിഷ്ഠൻ, സനകാദികൾ, ശുകൻ മുതലായവരൊക്കെ ഈ 5 ഋഷിമാരാണ് ശുഭാഗമ പഞ്ചകം എന്ന 5 ആഗമങ്ങളെ, ആഗമം എന്ന് പറഞ്ഞാൽ വേദമാണ്, ങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ആ വിശ്രമതം, സവ്യം, അപസവ്യം, കൗളം എന്നൊക്കെ പറഞ്ഞ് മാർഗങ്ങൾ അതിൽ 64 തന്ത്രങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതൊക്കെ ഉപനിഷത്തിലുള്ള കാര്യങ്ങളാണ്. കുലത്തെ സംബന്ധിച്ചത് കൗളം എന്നെടുത്താൽ മതി. അപ്പം കൗളമാർഗത്തിൽ തൽപരരായവരാൽ സേവിക്കപ്പെടുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് കൗളമാർഗ തൽപര സേവിത. ഓരോരോ സമ്പ്രദായങ്ങളും ദേവിയെ ആരാധിച്ചു വരുന്നു. പല സമ്പ്രദായങ്ങളിൽ, ഉപാസനാരീതികളിൽ. അതിലൊന്നാണ് കൗളമാർഗം. അപ്പോൾ അതിൽ തൽപരരായവരാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൗശലമുള്ളവൾ, സാമർഥ്യമുള്ളവൾ എന്നർത്ഥം. കോമളമായ മനോഹരമായ ആകാരത്തോടു കൂടിയവൾ. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതിയോട് കൂടിയവൾ. കുരുകുല്ല എന്നൊരു ദേവിയുടെ പേരാണ്. കുരുകുല്ല എന്ന ദേവിയായിരിക്കുന്നവൾ. കുലേശ്വരി, കുലങ്ങൾക്കെല്ലാം ഈശ്വരിയായിരിക്കുന്നവൾ. കുലകുണ്ടാലയ, കുലകുണ്ടം ആലയമാക്കിയിരിക്കുന്നവൾ.
കൗളമാർഗ തൽപര സേവിത, കൗളമാർഗത്തിൽ തൽപരരായവരാൽ സേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം. അപ്പം ഈ ശ്ലോകം മതകൂർണിതരക്താക്ഷി മതപാടലഗണ്ഡഭോഹു ചന്ദനദ്രവദിഗ്ധാംഗി ചാമ്പേയകുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി കുലകുണ്ടാളയ കൗളമാർഗതൽപര സേവിത. അടുത്തത് 94-ാമത്തെ ശ്ലോകം. 93 നമ്മളിപ്പോൾ പഠിച്ചത്. 94-ാമത്തെ ശ്ലോകം. കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമധൃധൃതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി. ഇതിൽ 10 നാമങ്ങളുണ്ട്. ഏതൊക്കെയാ? കുമാരഗണനാഥാംബ ഒരു നാമം, തുഷ്ടിഹി വേറൊരു നാമം, പുഷ്ടിഹി വേറൊരു നാമം, മതിഹി വേറൊരു നാമം, ധൃതിഹി വേറൊരു നാമം, ശാന്തിഹി അടുത്ത നാമം, സ്വസ്തിമതി അതിൻ്റെ അടുത്ത നാമം, കാന്തിഹി, നന്ദിനി, വിഘ്നനാശിനി. ഇങ്ങനെ 10 നാമങ്ങൾ. ആദ്യത്തെ നാമം കുമാരഗണനാഥ അംബ. അംബ എന്ന് പറഞ്ഞാൽ അമ്മ. കുമാരൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ പിന്നെ നമ്മളുടെ കുമാരൻ അല്ലേ, ഷടാനനൻ കുമാരൻ, സുബ്രഹ്മണ്യ സ്വാമി, വേൽമുരുകൻ എന്നൊക്കെ പേരുണ്ട്. അപ്പം കുമാരൻ സുബ്രഹ്മണ്യനാണ്. അപ്പോൾ കുമാരൻ്റെയും ഗണനാഥൻ്റെയും, ഗണനാഥൻ ആരാ? ഗണപതി, സുബ്രഹ്മണ്യ സ്വാമിയുടെ ജ്യേഷ്ഠൻ. അപ്പോൾ ഗണനാഥൻ്റെയും അമ്മ എന്നർത്ഥം. സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും അമ്മയായിരിക്കുന്നവൾ കുമാരഗണനാഥ അംബ. അടുത്ത നാമം തുഷ്ടിഹി. തുഷ്ടി എന്ന് പറഞ്ഞാൽ തൃപ്തി, തോഷം, സന്തോഷം, നിറവ് എന്നൊക്കെ അർത്ഥം. അതായത് ദേവിയുടെ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സന്തോഷവതിയരായിരിക്കും, സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കും. നമുക്കൊരു തൃപ്തി കാണും, ഒരു സന്തോഷമുള്ളവരായിരിക്കും. അതുകൊണ്ട് തുഷ്ടി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം പുഷ്ടിഹി. പുഷ്ടി എന്ന് പറഞ്ഞാൽ പോഷണം, അഭിവൃദ്ധി, അതാണ് പുഷ്ടി. അപ്പം ധനം, ഭൂമി, പശു, ആധിപത്യ സ്ഥാനങ്ങൾ, ധർമ്മം ഇവയിലെല്ലാം പോഷണം ചെയ്യുന്ന ദേവിയാണ്. അതുകൊണ്ട് ആ പോഷണ ശക്തി ആയതുകൊണ്ട് ദേവിയെ പുഷ്ടി എന്ന് പറയുന്നു. അടുത്ത നാമം മതിഹി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി, സാമർഥ്യം, അളവ്. അപ്പോൾ ബുദ്ധി കൊണ്ടാണ് ലോകത്തെ മുഴുവൻ അളക്കുന്നത്. തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിലേ ലോകത്തെ മുഴുവനും അളക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവി അത് ഇതായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ദേവിയുടെ ബുദ്ധി, സാമർഥ്യം ഭയങ്കരമാണ്. അപ്പം മതിഹി. അടുത്തത് ധൃതിഹി. ധൃതി എന്ന് പറഞ്ഞാൽ ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാലോ സ്റ്റബിലിറ്റി, അതായത് ധൈര്യമായിരിക്കുന്ന ദേവിയോളം ധൈര്യം വേറെ ആർക്കുമില്ല അല്ലേ? ദേവിക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഇത്രയെല്ലാം പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കാൻ പറ്റുമോ ഇതുപോലെ? അപ്പോൾ ദേവിക്ക് ധൈര്യവതി എന്നർത്ഥം. അടുത്ത നാമം ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പ്രശാന്തമായിരിക്കുന്ന അവസ്ഥ, ശമം എന്ന് പറയാം. അപ്പം അതായത് ദ്വൈതം എന്നൊക്കെ അർത്ഥം. രണ്ടിനെയും ശാന്തമായി നേരിടുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പം അഹങ്കാരം, മമത, കൊതി ഒക്കെ ഇല്ലാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ശാന്തി എന്ന് പേര്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ശാന്തരായിത്തീരും. അടുത്ത നാമം സ്വസ്തിമതി. സ്വസ്തി, ശോഭനമായിരിക്കുന്നവൾ, സുഷ്ടുവായിരിക്കുന്നവൾ, പുണ്യം, മംഗളം, ആശീർവാദം, ക്ഷേമം ഇവയെല്ലാം ഉള്ളവൾ സ്വസ്തിമതി. അടുത്ത നാമം കാന്തി. കാന്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, ശോഭ, തേജസ് ഇതെല്ലാം. അപ്പം ദേവിയുടെ കാന്തിയാണ് എല്ലാം പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് കാന്തി എന്ന് പേര്. സൗന്ദര്യം, സൗന്ദര്യവതി, ശോഭന,
തേജസ്സോടു കൂടിയവൾ എന്നൊക്കെ അർത്ഥം. നന്ദിനി അടുത്ത നാമം, നന്ദിപ്പിക്കുന്നവൾ, ആനന്ദ സ്വരൂപിണിയായിരിക്കുന്നവൾ എന്നർത്ഥം. എല്ലാവർക്കും ആനന്ദത്തെ നൽകുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് നന്ദിനി എന്ന പേര്. ഇനി കാമധേനു, നമ്മൾ ഒരു പശുവുണ്ട്, വസിഷ്ഠ മഹർഷിയുടെ പശുവിൻ്റെ പേര്. ആ മഹർഷി ചോദിക്കുന്ന എല്ലാം കൊടുക്കും. അങ്ങനെ ഒരു പശുവുണ്ട്, ആ പശുവിൻ്റെ മകളുടെ പേരാണ് നന്ദിനി. അപ്പോൾ അങ്ങനെയും നന്ദിനി എന്ന് ആ പശുവിന് പേരുണ്ട്. കൂടാതെ ഗംഗാദേവിക്ക് നന്ദൻ്റെ പുത്രി ആയതുകൊണ്ട് നന്ദിനി എന്ന് പേരുണ്ട് ഗംഗാദേവിക്ക്. അപ്പം നന്ദിനി. അടുത്ത നാമം വിഘ്നനാശിനി. എല്ലാ വിഘ്നങ്ങളെയും കളഞ്ഞ് തടസ്സങ്ങളെയൊക്കെ നീക്കി നല്ല നേർവഴിക്ക് നയിക്കുന്നവൾ, വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ, ധർമ്മ അർത്ഥ കാമമോക്ഷമാകുന്ന പുരുഷാർത്ഥത്തെ നശിപ്പിച്ച് നമ്മളെയൊക്കെ നേർവഴിക്ക് നയിക്കുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് വിഘ്നനാശിനി എന്ന് പേര്. ഈ ശ്ലോകത്തിൽ കുമാരഗണനാഥാംബ, കുമാരൻ്റെയും ഗണനാഥൻ്റെയും അമ്മ. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മയെന്നർത്ഥം. അപ്പം സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും അമ്മയായവൾ, തുഷ്ടി തൃപ്തി സന്തോഷമുള്ളവൾ, പുഷ്ടി പോഷണത്തെ ചെയ്യുന്നവൾ, മതി ബുദ്ധി സാമർഥ്യമുള്ളവൾ, ധൃതി ധൈര്യമുള്ളവൾ, ശാന്തി മനസ്സിൻ്റെ പ്രശാന്തമായിരിക്കുന്ന അവസ്ഥ ശമമുള്ളവൾ, സ്വസ്തിമതി ശോഭനമായിരിക്കുന്ന സുഷ്ടുവായിരിക്കുന്ന പുണ്യം മംഗളം ആശീർവാദം എല്ലാം സ്വസ്തിമതി. അടുത്ത് കാന്തി സൗന്ദര്യം ശോഭ തേജസ് എല്ലാം പ്രകാശിക്കുന്ന ദേവിയിൽ നിന്നായതുകൊണ്ട് കാന്തി എന്ന് ദേവിക്ക് പേര്. സുന്ദരി എന്നും പറയാം. നന്ദിനി ആനന്ദ സ്വരൂപിണിയായിരിക്കുന്നവൾ, വിഘ്നനാശിനി തടസ്സങ്ങളെയെല്ലാം നീക്കി കൊടുക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകത്തിൽ കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർമതിർധൃതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശിനി. അടുത്ത ശ്ലോകം തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. ഇവിടെ തേജോവതി തേജസ്സുള്ളവൾ, തേജോവാൻ പുല്ലിംഗം, തേജോവതി സ്ത്രീലിംഗം. എല്ലാ വസ്തുവിനും തേജസ് കൊടുക്കുന്നവൾ എന്നർത്ഥം. ത്രിനയന, ത്രി എന്ന് പറഞ്ഞാൽ 3, നയനം കണ്ണ്, 3 കണ്ണുകളുള്ളവൾ. അപ്പോൾ ദേവിക്ക് 3 കണ്ണുകളുണ്ട്, മഹാദേവന് 3 കണ്ണുകളുണ്ട്. ദേവിയുടെ വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും മധ്യത്തിലുള്ള കണ്ണ് അഗ്നിയും. അപ്പോൾ ഈ സൂര്യൻ പകലും ചന്ദ്രൻ രാത്രിയും അഗ്നി സന്ധ്യയ്ക്കും ആണ്. അപ്പോൾ ഇത് 3ഉം ദേവിയുടെ 3 കണ്ണുകൾ. സൂര്യ ചന്ദ്ര അഗ്നിമാൻ, അതായത് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിലേക്ക് നയിക്കുന്ന 3 കണ്ണുകൾ. സത്യം ധർമ്മം, അധർമ്മിയാകുക അസത്യമാകുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ 3ാമത്തെ കണ്ണിൽ കൂടെ എല്ലാം ഭസ്മാക്കാനും ദേവിക്ക് പറ്റും. അപ്പം 3 കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. അതായത് പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഇതൊക്കെ വേദങ്ങളാണ്. അപ്പോൾ ഈ 3 കണ്ണുകളോട് കൂടിയവൾ. അടുത്ത നാമം ലോലാക്ഷി കാമരൂപിണി. ഒരു നാമാണ് ലോലാക്ഷി കാമരൂപിണി. ലോലാക്ഷി കാമം രൂപിണിയായിരിക്കുന്നവൾ, അതായത് ലോലാക്ഷികളിൽ ആർദ്രമായ കണ്ണുകളിൽ കാമരൂപിണിയായിരിക്കുന്നവൾ ലോലാക്ഷി കാമരൂപിണി. ചഞ്ചലമായ കണ്ണുകൾ ലോലാക്ഷികളിൽ കാമം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ലോലം മൃദു അല്ലേ, ലോലമായ ഹൃദയമുള്ളവൾ എന്ന് പറഞ്ഞാൽ ലോല ഹൃദയം, ദയയുള്ളവൾ, കാരുണ്യമുള്ളവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ലോലാക്ഷികളിൽ കാമരൂപിണിയായിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം മാലിനി, മാലയണിഞ്ഞവൾ. മാലയണിഞ്ഞവൾ മാലിനി, ശംഖണിഞ്ഞവൾ ശംഖിനി,
ചക്ര അണിഞ്ഞവൾ ചക്രിണി, ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ദേവി മാല അണിഞ്ഞ്, ഏത് മാലയാണ് ദേവി അണിഞ്ഞിരിക്കുന്നത്? നമ്മുടെ അക്ഷമാല, 51 അക്ഷരങ്ങളെ, ആ മുതൽ ഇക്ഷ വരെയുള്ള 51 അക്ഷരങ്ങളെ മാലയാക്കി കോർത്ത് ദേവി ധരിച്ചിരിക്കുന്നു. അക്ഷരമാല, അത് അണിഞ്ഞവൾ, ജപമാല ധരിച്ചവൾ എന്നർത്ഥം. മാലിനി. അടുത്തത് ഹംസിനി. ഹംസത്തിൻ്റെ ഗുണം എന്താ? ആ ഗുണമുള്ളവൾ, ഹംസഗുണമുള്ളവൾ. എന്താണ് ഹംസത്തിൻ്റെ ഗുണം? വെള്ളവും പാലും വേർതിരിച്ചറിയാൻ പറ്റും ഹംസത്തിന്. അതുപോലെ ദേവിക്ക് ഭക്തന്മാരുടെ പുണ്യപാപങ്ങളെ വേർതിരിച്ചറിയാൻ പറ്റുന്നു. അതുകൊണ്ട് ദേവി ഹംസിനി. കൂടാതെ പരമഹംസന്മാരാൽ സേവിക്കപ്പെടുന്നവളെന്നും എടുക്കാം. ദേവി നല്ല പരമഹംസൻ പദവി ദേവിയുടെ ഭക്തന്മാർക്ക് വിദ്യ നൽകി പരമഹംസ പദവിയിലെത്തിച്ചിട്ട് അവരിൽ നിന്ന് അഭിന്നയായി ഇരിക്കുന്നു. അതായത് അങ്ങനെയുള്ള പരമഹംസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും ദേവി തന്നെ. അപ്പം ഹംസിനി എന്ന് പേര്. അടുത്ത നാമം മാതാ. മാതാ എന്ന് പറഞ്ഞാലോ അമ്മ, ജഗന്മാതാവ്, ജഗത്തിൻ്റെ മുഴുവൻ അമ്മ, എല്ലാ മന്ത്രങ്ങളുടെയും അമ്മയായിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് മാതൃകാരൂപിണി എന്നും ലക്ഷ്മി ബീജമായ ശ്രീ എന്നുമൊക്കെ ദേവിക്ക് പേരുണ്ട്. ഇവിടെ മാതാ എന്ന് പറഞ്ഞാൽ ജഗന്മാതാവ്, ജഗത്തിൻ്റെ മുഴുവൻ അമ്മ. മലയാചലവാസിനി. മലയം, ആചലം, മലയപർവ്വതം, ആചലം എന്ന് പറഞ്ഞാൽ പർവ്വതം. മലയാചലത്തിൽ വസിക്കുന്നവൾ വാസിനി. അതായത് ചന്ദനവൃക്ഷങ്ങൾ നിറഞ്ഞ പർവ്വതത്തിൽ വസിക്കുന്നവൾ, മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. മലയാചലവാസിനി. അപ്പോൾ ഈ ശ്ലോകത്തിൽ തേജോവതി, തേജസ്സുള്ളവൾ, ത്രിനയന, 3 കണ്ണുകളുള്ളവൾ, ലോലാക്ഷി കാമരൂപിണി, ലോലാക്ഷികളിൽ കാമരൂപിണിയായിരിക്കുന്നവൾ, മാലിനി, മാലയണിഞ്ഞവൾ, ഹംസിനി, ഹംസത്തിൻ്റെ ഗുണമുള്ളവൾ, ഭക്തന്മാരുടെ പുണ്യപാപങ്ങളെ തിരിച്ചറിയുന്നവൾ. മാതാ, ജഗന്മാതാവ്, ലോകത്തിൻ്റെ മുഴുവൻ അമ്മ. മലയാചലവാസിനി, ചന്ദനവൃക്ഷങ്ങൾ നിറഞ്ഞ പർവ്വതത്തിൽ വസിക്കുന്നവൾ. അപ്പോൾ ഈ ശ്ലോകം തേജോവതി ത്രിനയന, ലോലാക്ഷി കാമരൂപിണി, മാലിനി ഹംസിനി, മാതാ മലയാചലവാസിനി. ഇനി മുഴുവനും ഒന്നിച്ചൊന്നുകൂടെ വായിക്കാം. തത്വാസന തത്വമയി, പഞ്ചകോശാന്തരസ്ഥിത, നിസീമ മഹിമ, നിത്യയൗവന, മദശാലിനി, മദഘൂർണിതരക്താക്ഷി, മദപാടലഗണ്ഡഭോः, ചന്ദനദ്രവദിഗ്ധാംഗി, ചന്ദനദ്രവദിഗ്ധാംഗി, ചാമ്പേയകുസുമപ്രിയ, കുശലാ കോമളാകാര, കുരുകുല്ലാ കുലേശ്വരി, കുലകുണ്ടാളയ, കൗളമാർഗതൽപരസേവിത, കുമാരഗണനാഥാംബ, തുഷ്ടിപുഷ്ടിർമധിർധൃതി, ശാന്തി സുസ്തിമതി കാന്തി, നന്ദിനി വിഘ്നനാശിനി, തേജോവതി ത്രിനയന, ലോലാക്ഷി കാമരൂപിണി, മാലിനി ഹംസിനി, മാതാ മലയാചലവാസിനി. അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഓം ശ്രീ ലളിതാദേവ്യൈ നമഃ. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ, ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരീ.